നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ തന്ന ഒരു ലേഖനമാണ്. അതെ. ഇസ്ലാമിലെ തൗഹീദ് എന്ന ആശയത്തെക്കുറിച്ച്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആരാധനയിൽ ദൈവത്തിനുള്ള സമ്പൂർണ്ണ ഏകത്വം. പക്ഷേ ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെന്താ? ചിലപ്പോൾ പള്ളിയിലെ പ്രാർത്ഥന, അല്ലെങ്കിൽ വേറെ ചില അനുഷ്ഠാനങ്ങൾ, അങ്ങനെയൊക്കെ ആവാം. ശരിയാണ്, പൊതുവെ അങ്ങനെയാണ്. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ആ ഒരു നിർവചനത്തിനും അപ്പുറത്തേക്ക് പോകാനാണ്. ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ, അവരുടെ ചിന്തകളിൽ, തീരുമാനങ്ങളിൽ, ഭയങ്ങളിൽ, പ്രതീക്ഷകളിൽ, ഇതിലൊക്കെ ഈ ഒരൊറ്റ ആശയം എങ്ങനെയാണ് ഒരു മാറ്റം വരുത്തുന്നത്? അതെ, നമുക്കിതൊന്ന് ഒരുമിച്ച് അഴിച്ചു പരിശോധിക്കാം. തീർച്ചയായും. നിങ്ങൾ പറഞ്ഞ പോലെ ഈ വിഷയം അവതരിപ്പിക്കുന്നതില് ഈ ലേഖനത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. തൗഹീദ് എന്ന വലിയ ആശയത്തെ അത് വെറുമൊരു വിശ്വാസമായിട്ടല്ല അവതരിപ്പിക്കുന്നത്. അല്ല, മറിച്ച് നമ്മൾ ഹൃദയത്തിൽ തുടങ്ങി നമ്മുടെ പ്രവൃത്തികളിലൂടെ കടന്നുപോയി ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിന് വരെ അത് എങ്ങനെ പുനർനിർമ്മിക്കുന്നു എന്ന് പടിപടിയായി കാണിച്ചു തരുന്നുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചർച്ചയ്ക്ക് വളരെ വ്യക്തമായൊരു ഒഴുക്ക് കിട്ടും. ഇതൊരു സിദ്ധാന്തം പഠിക്കലല്ല, മറിച്ചൊരു ജീവിത രീതി മനസ്സിലാക്കലാണ്. നിങ്ങൾ പറഞ്ഞ ആ ഹൃദയത്തിൽ തുടങ്ങുന്നു എന്ന പോയിന്റിലെ അവിടെ തന്നെ നമുക്ക് തുടങ്ങാം. ശരിയാണ്. ഇവിടെയാണ് ഈ ലേഖനം നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്നത്. ആരാധന എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനെ എല്ലാം ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രാർത്ഥന, നോമ്പ്, ഇതൊക്കെ ആരാധനയുടെ ഭാഗമാണോ? തീർച്ചയായും ഭാഗമാണ്. പക്ഷേ ലേഖനം പറയുന്നത് യഥാർത്ഥ ആരാധനയുടെ കാതൽ അതല്ല. മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലെ ആ സിംഹാസനത്തിൽ ആരാണ് ഇരിക്കുന്നത് എന്നതാണ്. അതെ. അതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും തീവ്രമായ ഭയം, നമ്മുടെ അവസാനത്തെ പ്രതീക്ഷ, ചോദ്യം ചെയ്യപ്പെട്ട അനുസരണം, ഇതെല്ലാം ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്? വളരെ ശരിയായ ഒരു പോയിന്റാണ്. ഇതൊരു ബാഹ്യമായ ചടങ്ങല്ല, മറിച്ച് ഹൃദയത്തിന്റെ ഒരു അവസ്ഥയാണ്. അതെ. നിങ്ങളുടെ വൈകാരികവും മാനസികവുമായ ലോകത്ത് ഒന്നാം സ്ഥാനം ആർക്കാണ്? അല്ലെങ്കിൽ എന്തിനാണ്? ശരിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബിസിനസ്സുകാരൻ. അയാൾക്ക് സത്യസന്ധമല്ലാത്തൊരു കാര്യം ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നു. അത് ചെയ്താൽ വലിയ സാമ്പത്തിക ലാഭമുണ്ട്, ചെയ്തില്ലെങ്കിൽ നഷ്ടവും. ആ ഒരു നിമിഷം ദൈവത്തെ ധിക്കരിക്കുന്നതിനുള്ള ഭയമാണോ അതോ പണം നഷ്ടപ്പെടുന്നതിനുള്ള ഭയമാണോ അയാളെ ഭരിക്കുന്നത്? ഏത് ഭയമാണോ ജയിക്കുന്നത്, ആ നിമിഷം അയാളുടെ ഹൃദയത്തിലെ ദൈവം അതാണ്. അതെ, അത് വളരെ ശക്തമായൊരു ഉദാഹരണമാണ്. അപ്പോൾ പണം, പദവി, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന ചിന്ത, എന്തിന് നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ പോലും. അതെ. ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് വരാം എന്നാണോ ഇതിനർത്ഥം? കൃത്യമായി. ലേഖനം അതുതന്നെയാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്താണ്? ആരുടെ പ്രീതിയാണ് നമുക്ക് ഏറ്റവും വലുത്? ആരുടെ കോപമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ദൈവം എന്നെപ്പോഴാണോ ആകുന്നത്, അപ്പോഴാണ് ഈ ആശയം ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത്. ശരി. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് മാത്രം അർഹമായ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം മറ്റൊന്നിനും, അതെത്ര പ്രിയപ്പെട്ടതാണെങ്കിലും നൽകരുത്. അതാണിതിന്റെ കാതൽ. ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് പോവാം. ലേഖനം പിന്നീട് സംസാരിക്കുന്ന ഇതേക്കുറിച്ചാണ്. ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുമ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, അല്ലേ? വരും. ഈ ലോകത്തിലെ ശക്തിയുടെ യഥാർത്ഥ ഉറവിടം എവിടെയാണ്? ഗുണവും ദോഷവും, ജീവിതവും മരണവും, വിജയവും പരാജയവുമെല്ലാം ആരാണ് നിയന്ത്രിക്കുന്നത്? അതെ, ഈ രണ്ട് ആശയങ്ങളും തമ്മിൽ നല്ല ആഴത്തിലുള്ള ബന്ധമുണ്ട്. ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനാണെങ്കിൽ പിന്നെ എല്ലാ ശക്തിയുടെയും നിയന്ത്രണത്തിന്റെയും ഉറവിടവും ദൈവം തന്നെയായിരിക്കണം. ഇതിന് വളരെ പ്രായോഗികമായ ചില വശങ്ങളുണ്ട്. ഉദാഹരണത്തിന്, സഹായത്തിനായി ദൈവത്തോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാതിരിക്കുക. ശരി. അല്ലെങ്കിൽ ഒരു ഏലസ് കെട്ടിയാൽ അപകടമൊഴിവാകുമെന്നോ ഒരു പ്രത്യേക നക്ഷത്രം ഉദിച്ചാൽ ഭാഗ്യം വരുമെന്നോ വിശ്വസിക്കാതിരിക്കുക. അന്ധവിശ്വാസങ്ങൾ. അതെ, കാരണം ആ വിശ്വാസം ദൈവത്തിന്റെ ശക്തിയിൽ മറ്റൊന്നിനെ പങ്കുചേർക്കലാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഈ ഭൗതികമായ വഴികൾ തേടുന്നത് തെറ്റാണോ എന്ന്. ഇപ്പോൾ ഒരു അസുഖം വന്നാൽ ഡോക്ടറെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു പരീക്ഷ ജയിക്കാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, ഇതിനെയൊക്കെ ഈ ആശയം എങ്ങനെയാണ് കാണുന്നത്? അതെ, കാരണം അവിടെ നമ്മൾ ഡോക്ടറെയും നമ്മുടെ കഴിവിനെയും ഒക്കെ ആശ്രയിക്കുന്നുണ്ടല്ലോ. വളരെ പ്രസക്തമായ ചോദ്യമാണ്. ലേഖനം ആ വ്യത്യാസം വ്യക്തമായി വരച്ചു കാണിക്കുന്നുണ്ട്. ഓക്കെ.
ഭൗതികമായ കാരണങ്ങളെയും വഴികളെയും നിരാകരിക്കാനല്ല ഇത് പറയുന്നത്. രോഗം വന്നാൽ ഏറ്റവും നല്ല ഡോക്ടറെ തന്നെ കാണണം. പരീക്ഷയ്ക്ക് നന്നായി പഠിക്കണം. തീർച്ചയായും ഇവയെല്ലാം ഫലങ്ങൾ കിട്ടാനായി ദൈവം തന്നെ ഒരുക്കിയ വഴികളാണ്. എന്നാൽ ആത്യന്തികമായ ആശ്രയം ആ മാർഗങ്ങളിലാകരുത്. അതെ, ഡോക്ടറിലോ മരുന്നിലോ അല്ല, മറിച്ച് ആ മരുന്നിന് ഫലം നൽകാൻ കഴിവുള്ള, ആ ഡോക്ടറുടെ കൈകൾക്ക് ശമനം നൽകാൻ കഴിവുള്ള ദൈവത്തിലായിരിക്കണം ഹൃദയം ആശ്രയിക്കേണ്ടത്. അപ്പോ നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഫലം കിട്ടാതെ വരുമ്പോൾ നമ്മൾ തകർന്നു പോകാതിരിക്കാനും വലിയ വിജയം കിട്ടുമ്പോൾ അഹങ്കരിക്കാതിരിക്കാനും ഈ ചിന്ത സഹായിക്കുമല്ലേ? തീർച്ചയായും. അതാണ് ഇതിന്റെ ഒരു സൗന്ദര്യം. കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ എന്റെ കഴിവിന്റെ കുറവുകൊണ്ടാണിത് സംഭവിച്ചത് എന്ന് കരുതി വിഷാദത്തിലേക്ക് പോകുന്നതിന് പകരം ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു, പക്ഷേ ഇതിലും നല്ലൊരു പദ്ധതി എനിക്കായി ദൈവം ഒരുക്കിയിട്ടുണ്ടാവാം എന്ന് ചിന്തിക്കാനും ഇത് സഹായിക്കും. ശരിയാണ്. അതുപോലെ വലിയൊരു വിജയം നേടുമ്പോ ഇത് എന്റെ മാത്രം മിടുക്കാണ് എന്ന് അഹങ്കരിക്കുന്നതിന് പകരം എന്റെ പരിശ്രമത്തിന് ദൈവം ഫലം നൽകി എന്ന് വിനയത്തോടെ ഓർക്കാനും ഇത് പ്രേരിപ്പിക്കും. ഓക്കെ, അപ്പോ ഹൃദയത്തിലെ സ്ഥാനം, ശക്തിയുടെ ഉറവിടം, ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമായി. പക്ഷെ ഇതെന്റെ മനസ്സിൽ മറ്റൊരു സങ്കീർണമായ ചോദ്യം കൊണ്ടുവരുന്നുണ്ട്. എന്താണ്? നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കേണ്ട ഒരുപാട് പേരുണ്ടല്ലോ. മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, മേലുദ്യോഗസ്ഥർ, ഭരണാധികാരികൾ. ഇവരോടുള്ള നമ്മുടെ അനുസരണയെ ഈ ആശയം എങ്ങനെയാണ് ബാധിക്കുക? കാരണം എല്ലാ ശക്തിയുടെയും ഉറവിടം ദൈവമാണെങ്കിൽ നമ്മുടെ ആത്യന്തികമായ അനുസരണയും ദൈവത്തോടായിരിക്കണമല്ലോ. നിങ്ങള് വിഷയത്തിന്റെ കാതിലിലേക്കാണ് വരുന്നത്. അവിടെയാണ് ഈ ആശയം ഒരു വ്യക്തിക്ക് ഒരു ധാർമ്മികമായ നട്ടെല്ല് നൽകുന്നത്. ലേഖനം മുന്നോട്ട് വയ്ക്കുന്ന തത്വം വളരെ ലളിതമാണ്. സ്രഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും അനുസരിക്കേണ്ടതില്ല. അതായത് മാതാപിതാക്കളെയും നേതാക്കളെയും ഒക്കെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും വേണം. പക്ഷേ അവരുടെ ഏതെങ്കിലും ഒരു കൽപ്പന ദൈവത്തിന്റെ കൽപ്പനയുമായി നേർക്കുനേരെ ഏറ്റുമുട്ടുകയാണെങ്കിൽ മുൻഗണന ദൈവത്തിന്റെ കൽപ്പനയ്ക്കായിരിക്കണം. അതെ, പക്ഷേ ഇത് പ്രായോഗികമായി നോക്കുമ്പോൾ കുറച്ച് ആശയക്കുഴപ്പങ്ങളുണ്ടാക്കില്ലേ? ഉദാഹരണത്തിന് മാതാപിതാക്കളുടെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തെ എതിർത്തുകൊണ്ട് ഒരു കുട്ടിക്ക് ഞാൻ ദൈവത്തെയാണ് അനുസരിക്കുന്നത് എന്ന് വാദിക്കാമല്ലോ. എവിടെയാണ് ആ ഒരു ലൈൻ വരയ്ക്കേണ്ടത്? അതൊരു നല്ല ചോദ്യമാണ്. ലേഖനം ആ ഒരു സങ്കീർണതയെ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് മാതാപിതാക്കളോടുള്ള ബഹുമാനമില്ലായ്മയല്ല, അല്ല, മറിച്ച് വ്യക്തമായൊരു ധാർമ്മിക അതിർവരമ്പ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ്. ഒരു ജോലിസ്ഥലത്ത് ഉദാഹരണമെടുക്കാം. ശരി, നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ കണക്കുകളിൽ കൃത്രിമം കാണിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അത് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ പ്രൊമോഷൻ നഷ്ടപ്പെട്ടേക്കാം. ആ സാഹചര്യത്തിൽ മേലുദ്യോഗസ്ഥനോടുള്ള അനുസരണയാണോ അതോ സത്യസന്ധത പാലിക്കണമെന്ന ദൈവിക കൽപ്പനയാണോ വലുത്? അതൊരു ധർമ്മസങ്കടമാണ്. അതെ, ഈ തത്വമനുസരിച്ച് രണ്ടാമത്തേതിന് മുൻഗണന നൽകാൻ ഒരു വ്യക്തിക്ക് ധാർമ്മികമായ കരുത്ത് ലഭിക്കുന്നു. ഇത് വ്യക്തിക്ക് ഒരുതരം ആന്തരികമായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അപ്പോൾ ഇത് സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും സഹായിക്കുമല്ലോ. തീർച്ചയായും. ഉദാഹരണത്തിന്, സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് തെറ്റായ ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ നോ പറയാനുള്ള ഒരു ധൈര്യം. തീർച്ചയായും. ഓർത്തുനോക്കൂ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെ ഒരു നിമിഷം വന്നിട്ടുണ്ടാകും. എല്ലാരും ചെയ്യുന്നു, നീ മാത്രം എന്തിനാ മാറി നിൽക്കുന്നത് എന്ന ചോദ്യത്തിനു മുന്നിൽ പതറാതെ നിൽക്കാൻ. അതെ, പതരാതെ നിൽക്കാൻ സഹായിക്കുന്ന ഒരു ആന്തരിക ശക്തിയാണ് ഈ തത്വം നൽകുന്നത്. കാരണം നിങ്ങളുടെ ആത്യന്തികമായ കൂറ് ആൾക്കൂട്ടത്തോടല്ല, മറിച്ച് നിങ്ങളുടെ ശരികളോടും ദൈവത്തോടുമാണ്. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഹൃദയത്തിലെ ഒന്നാം സ്ഥാനം, ശക്തിയുടെ ഉറവിടം, ആത്യന്തികമായ അനുസരണം. ഇതെല്ലാം ഒരുമിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്തു മാറ്റമാണ് സംഭവിക്കുന്നത്? ലേഖനം ഇതിനെക്കുറിച്ച് മനോഹരമായ ഒരു താരതമ്യം നടത്തുന്നുണ്ട്. അതെ, ഈ തത്വമില്ലാത്ത ജീവിതം പല യജമാനന്മാരുള്ള ഒരു അടിമയെപ്പോലെയാണ്. ചിലപ്പോൾ പണത്തെ പ്രീതിപ്പെടുത്തണം, ചിലപ്പോൾ സമൂഹത്തെ, ചിലപ്പോൾ സ്വന്തം ആഗ്രഹങ്ങളെ. ശരിയാണ്. ജീവിതം പല ദിശകളിലേക്കിങ്ങനെ വലിക്കപ്പെടും. അതെ, എന്നാൽ ഈ തത്വമുള്ള ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാവൂ: ദൈവത്തെ പ്രീതിപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിലെ പല കാര്യങ്ങളും വളരെ ലളിതമാകും. ഒരുപാട് പേരുടെ ഇഷ്ടങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമനുസരിച്ച് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നൊരു ജീവിതത്തിൽ നിന്ന് വ്യക്തമായൊരു ദിശാബോധമുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നൊരു ജീവിതത്തിലേക്ക് മാറാൻ സാധിക്കുന്നു.
തീരുമാനങ്ങൾ എടുക്കുന്നത് എളുപ്പമാകും. എളുപ്പമാകും. കാരണം ഏതാണ് ശരിയായ ദിശയെന്ന് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. ഇതിന്റെ ഒരു മാനസികമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഉദാഹരണത്തിന്, ഒരു വ്യക്തിയുടെ ഉത്കണ്ഠ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായുള്ള ഓട്ടം. അതുണ്ട്. ഇതിനെയൊക്കെ ഇതെങ്ങനെയാണ് ബാധിക്കുക? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലേഖനം പറയുന്നതനുസരിച്ച് നിങ്ങളുടെ മൂല്യം നിർണയിക്കുന്നത് ഈ ലോകമോ അതിലെ മനുഷ്യരോ അല്ല, മറിച്ച് ദൈവമാണ്. അതെ, ദൈവമാണ് എന്ന ചിന്ത വരുമ്പോൾ പുറത്തുനിന്നുള്ള അംഗീകാരത്തിനായുള്ള നമ്മുടെ അടങ്ങാത്ത ദാഹം കുറയും. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്കും കമന്റുകൾക്കും അപ്പുറം. അതെ, അതിനപ്പുറം ഒരു ആന്തരികമായ വിലയിരുത്തലിലേക്ക് ശ്രദ്ധ മാറും. അതുപോലെ ആത്യന്തികമായി ഗുണവും ദോഷവും ദൈവത്തിന്റെ കയ്യിലാണെങ്കിൽ പിന്നെ മനുഷ്യരെ അനാവശ്യമായി ഭയപ്പെടേണ്ടതില്ല എന്നൊരു ചിന്ത വരും. ശരിയാണ്. ഇത് ഒരു വ്യക്തിക്ക് നൽകുന്ന മാനസികമായ കരുത്തും സമാധാനവും വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഈ വലിയ ആശയങ്ങളെല്ലാം ഖുർആനിലെ ഒരൊറ്റ വാക്യത്തിൽ ഒതുങ്ങുന്നുവെന്ന് ലേഖനം പറയുന്നുണ്ട്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അതെ, ഇത് കേൾക്കാൻ വളരെ ലളിതമാണെങ്കിലും ഇതിൽ നമ്മൾ പറഞ്ഞതെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലേ? അതെ, അതാണ് അതിന്റെ ശക്തി. ലേഖനം ഈ വാക്യത്തെ രണ്ടായി വിഭജിക്കുന്നുണ്ട്. ഓക്കെ. ആദ്യത്തെ ഭാഗം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇതിനെ എക്സ്ക്ലൂസീവ് ഡിവോഷൻ എന്ന് പറയാം. അതായത് ആരാധനയും സ്നേഹവും ഭയവും പ്രതീക്ഷയും അനുസരണവും എല്ലാം പൂർണ്ണമായും ദൈവത്തിന് മാത്രമാക്കുക. അതെ, നമ്മുടെ ഹൃദയത്തിന്റെ പ്രവൃത്തികളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക എന്ന ആശയം. രണ്ടാമത്തെ ഭാഗം നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് എക്സ്ക്ലൂസീവ് ഡിപ്പെൻഡൻസ്. സഹായത്തിനായുള്ള ആത്യന്തികമായ ആശ്രയം ദൈവത്തിൽ മാത്രമാക്കുക. അതെ, ഭൗതികമായ വഴികൾ തേടുമ്പോഴും സഹായം വരുന്നത് ദൈവത്തിൽ നിന്നാണെന്ന പൂർണ്ണബോധ്യം ഹൃദയത്തിൽ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ ആശയങ്ങളും ഈ രണ്ട് തത്വങ്ങളിലേക്ക് മടങ്ങിവരുന്നത് കാണാം. ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഏറ്റവും ലളിതവും ശക്തവുമായ ഒരു സംഗ്രഹമായി ഈ വാക്യത്തെ കണക്കാക്കാം. ഈ ആശയങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാനായി ലേഖനം നൽകുന്ന ചില ലളിതമായ നിർവചനങ്ങൾ നിങ്ങൾക്കായി ഒന്നുകൂടി പറയാം. ഉദാഹരണത്തിന്, ദൈവത്തിനല്ലാതെ മറ്റൊന്നിനും മുന്നിൽ നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കാതിരിക്കുക. നല്ലൊരു വാചകമാണത്. അല്ലെങ്കിൽ സ്രഷ്ടാവിലുള്ള വിശ്വാസത്തെ മറികടക്കാൻ സൃഷ്ടികളോടുള്ള ഭയത്തെ അനുവദിക്കാതിരിക്കുക. ഇവയൊക്കെ ഈ ചർച്ചയുടെ ഒരു പ്രായോഗികമായ സംഗ്രഹമാണ്. ലേഖനത്തിലെ ആ ഒറ്റവരി സംഗ്രഹം പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. അതെ, അതിങ്ങനെയാണ്. ഒരേയൊരു ആത്യന്തികമായ സ്നേഹം, ഒരേയൊരു ഭയം, ഒരേയൊരു പ്രതീക്ഷ, ഒരേയൊരു അധികാരി, അതായത് ദൈവത്തോടൊപ്പം ജീവിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്നതിതാണ്: തൗഹീദ് എന്നത് വെറുമൊരു മതപരമായ വിശ്വാസമോ സിദ്ധാന്തമോ അല്ല. അല്ലേയല്ല. മറിച്ച് ഒരു വ്യക്തിയുടെ ഹൃദയത്തെ, അവരുടെ പ്രവൃത്തികളെ, അവരുടെ ജീവിത ലക്ഷ്യത്തെ വരെ പുനർനിർമ്മിക്കാൻ കഴിവുള്ള ഒരു സമ്പൂർണ്ണ ജീവിത തത്വശാസ്ത്രമായിട്ടാണ് ഈ ലേഖനം അതിനെ അവതരിപ്പിക്കുന്നത്. അതെ, ആരാധനയെന്നാൽ ഹൃദയത്തിന്റെ സമർപ്പണമാണെന്നും എല്ലാ ശക്തിയുടെയും ഉറവിടം ഒന്നാണെന്നും ഇത് ജീവിതത്തിന് വ്യക്തമായ ഒരു ദിശാബോധം നൽകുന്നുവെന്നും നമ്മൾ കണ്ടു. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി തരാം. തീർച്ചയായും. ഈ ലേഖനമനുസരിച്ച് നമ്മുടെ ഏറ്റവും ചെറിയ ദൈനംദിന തീരുമാനങ്ങൾ പോലും ഈ വലിയ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഴത്തിലുള്ള ചോദ്യമാണ്. അതെ, നിങ്ങളുടെ ഈ ചെറിയ ചിന്തകളും പ്രവൃത്തികളും നമ്മളിന്ന് ചർച്ച ചെയ്ത ഈ വലിയ ക്യാൻവാസിൽ എവിടെയാണ് വരുന്നത് എന്ന് ആലോചിക്കുന്നത് വളരെ രസകരമായിരിക്കും. ആ ഒരു ചിന്തയോടെ നമുക്കിന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം.